ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി. നമുക്ക് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ വണ്ടി ഓടിയണ കിലോമീറ്റർ 23,218 23,218 കിലോമീറ്റർ മീറ്ററിൽ കാണിക്കുന്നത്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്കുന്നത് ജനറൽ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ്, വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. പിന്നെ മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്, എൻജിൻ ഓയിൽ മാറ്റണം. പിന്നെ കംപ്ലയിൻറ്റ് അതായത് കുറേ നേരം ചോക്കിട്ടൊക്കെ അടിച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവണുള്ളൂ എന്നാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്. ഇത് രാവിലെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത്. എന്നാൽ നമ്മൾ വണ്ടി ഇന്നലെ കൊണ്ടുവന്ന വെച്ച വണ്ടിയാണ്. ഇന്ന് നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി ഒറ്റയ്ക്ക് വണ്ടി സ്റ്റാർട്ടായി. വേറെ പ്രോബ്ലം ഓടിച്ച് നോക്കുമ്പോഴല്ലേ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ കിട്ടില്ല. പക്ഷേ ആ കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ മിക്കവാറും ഉണ്ടല്ലോ ഈ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഇന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ കൃത്യമായിട്ട് ഇന്ന കാരണം കൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റാത്തത്. ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്, ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് 99% ഈ കംപ്ലയിൻറ്റുകൾ വരാം. അതായത് ഓഫായി പോവുക, റണ്ണിങ്ങിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അതായത് റണ്ണിങ്ങിൽ ഓഫാവുക, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, പിന്നെ പെട്രോൾ ഓവർഫ്ലോ, ഈ പൈപ്പ് വഴിയൊക്കെ പെട്രോൾ ഓവർഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് വരും. അതൊക്കെ ഇപ്പോഴത്തെ കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റാണ്. ഈ കാർബറേറ്റർ കംപ്ലയിൻ്റ് ആവാനായിട്ടുള്ളൊരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളാണ്. E20 എന്ന് പറയുന്ന പെട്രോളാണ്. 20%, അതായത് 1 ലിറ്റർ പെട്രോളിൽ 200 മില്ലി എത്തനോൾ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് തരാം. ആ എത്തനോൾ മിക്സ് ചെയ്ത പെട്രോൾ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന കംപ്ലയിൻറ്റ്സുകളാണ് ഇതിൻ്റെ മുഖ്യ കാരണം കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ ആ കംപ്ലയിൻറ്റ്സ് പറഞ്ഞേക്കണത് കൊണ്ട് നമ്മളത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അസംബ്ലി നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്താലാണ് നമുക്കത് കൃത്യമായിട്ട് എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ ചില കേസിൽ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ആവും. പക്ഷേ ഈ പെട്രോൾ ഈ പൈപ്പ് വഴി ഓവർഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കംപ്ലയിൻറ്റ് ഇന്നലെ നാളെ ഉറപ്പായിട്ടും വരും നമ്മുടെ വണ്ടിക്ക്. കാരണം ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളിലും കംപ്ലയിൻ്റ് ആയി, കോമൺ ആയിട്ട് വരും. പ്രോബ്ലം എല്ലാ വണ്ടിക്കും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അഴിക്കണമെന്നുള്ള കേസ് ഒരു നോക്കിയിട്ടൊന്ന് പറയണം. കാരണം ഏകദേശം ചുരുങ്ങിയത് നമുക്കൊരു 500-550 നമുക്ക് അതിന് മാത്രം ചിലവ് തന്നെ ഉണ്ട് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ. എൻ്റെ ക്ലീനർ, ലേബർ, ജെറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഫ്ലോട്ട് വാൽവൊക്കെ വന്നു കഴിഞ്ഞാൽ പ്ലസ് അതിൻ്റെയും കൂടി വരും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ചില വണ്ടികളിൽ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്ന് പിന്നെ കാർബറേറ്റർ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. സ്വാഭാവികമായിട്ടും കസ്റ്റമർക്ക് ഓടി വരുമ്പോൾ കംപ്ലയിൻറ്റ് ഇല്ല എന്നുള്ളൊരു ഇത് പറയും സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്ത് ചോദിക്കണതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് വീലൊക്കെ അഴിച്ച് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നോക്കുമ്പോൾ കമ്പനി ലൈനറൊക്കെ കിടക്കണം. നമുക്ക് ഈ ഒരു സർവീസും കൂടി ഉപയോഗിക്കാനുണ്ട്. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം, ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ. ഹബിൻ്റെ ഭാഗത്തേന് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല. വീൽ ബെയറിംഗ് ആയാലും ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഉണ്ട്. ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ എൻ്റെ എയർ ഫിൽറ്ററും പ്ലഗും ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തിൽക്കൂടെ ഈ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടാം. ഇനി അതല്ല കാർബറേറ്റർ തൽക്കാലം അഴിക്കേണ്ടതെന്നാണെങ്കിൽ ഇത് ക്ലീൻ ചെയ്തിടാം തൽക്കാലം കേട്ടോ. കാരണം വെച്ചാൽ കാർബറേറ്റർ കൂടി അഴിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഫ്രഷ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ആ സെക്ഷൻ കറക്റ്റ് ആയിക്കോളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് പറഞ്ഞത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് ഇത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്ത് ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ എത്ര വരും എന്നുള്ള കേസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയണം. അതായത് എയർ ഫിൽറ്റർ, പ്ലഗ്, കാർബറേറ്റർ ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഏകദേശം നമുക്ക് എത്ര എസ്റ്റിമേറ്റ് വരും എന്നുള്ള രീതിയിലാണ് എസ്റ്റിമേറ്റ് ഇടണത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് അപ്രൂവൽ തന്നാൽ മാത്രമേ നമ്മൾ കാർബറേറ്റർ അഴിക്കുള്ളൂ എന്തെങ്കിലും കേട്ടോ. കാരണം പെട്രോൾ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് കസ്റ്റമർ പെർമിഷൻ ഇല്ലാണ്ട് നമ്മളൊരു കാരണവശാലും അഴിക്കില്ല. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ബാറ്ററിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ബാറ്ററി ടെസ്റ്റൊക്കെ നടത്തി വിടുന്നുണ്ട്. 2024 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററി വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.90 വരെ കാണിക്കുന്നുണ്ട് വോൾട്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.20. അപ്പോൾ നിലവിൽ ഒരല്പം വേരിയേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നിരുത്തി കംപ്ലയിൻ്റ് ഒന്നും ആയിട്ടില്ല. അതാണ് ശരിക്കും ബാറ്ററിയുടെ കണ്ടീഷൻ കേട്ടോ. പിന്നെ പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, പ്ലഗിനകത്ത് വെച്ചിട്ട് കാർബൺ കണ്ടൻറ്റ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞതിൻ്റെ കേസ്. ഇപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യണമെങ്കിൽ എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റിക്കളയാൻ പറഞ്ഞതിൻ്റെ കാരണം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്കാണ്. അതിൻ്റെ ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം നല്ല പാഡാണ്, നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ടയറിൻ്റെ പ്രഷർ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ വീൽ ബെയറിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് കൃത്യമായിട്ട് പറയാം. അതും പ്രകാരം നമുക്ക് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.